മണ്ടൽസനെ യുഎസിന്റെ പുതിയ അംബാസഡറായി പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നിയമിച്ചു. ഒട്ടേറെ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന പീറ്റർ മണ്ടൽസണിന്റെ നിയമനം കടുത്ത വിമർശനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ മന്ത്രിയായിരുന്ന പീറ്റർ മണ്ടൽസൺ അധികാരത്തിലിരുന്നപ്പോൾ ഒട്ടേറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അദ്ദേഹത്തിന് ടോണി ബ്ലെയറിന്റെ മന്ത്രിസഭയിൽ നിന്ന് 2 തവണ രാജിവെക്കേണ്ടതായി വന്നിരുന്നു. ഒന്നാമത്തെ രാജി ഒരു ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നുവെങ്കിൽ അടുത്തത് ഒരു പ്രമുഖ ഇന്ത്യൻ വ്യവസായിയുടെ പാസ്പോർട്ട് അപേക്ഷയിൽ ഇടപെട്ടതിനെ തുടർന്നാണ്. നിലവിലെ അംബാസിഡർ കാരൻ പിയേഴ്സ് അടുത്ത വർഷം ആദ്യം സ്ഥാനമൊഴിയും. UK ഗവൺമെന്റിലെ ഏറ്റവും ശ്രദ്ധേയമായ നയതന്ത്ര പദവിയാണ് US-ലെ അംബാസിഡർ സ്ഥാനം. 1977 മുൻ പ്രധാനമന്ത്രി ജെയിംസ് കാലഗന്റെ മരുമകൻ പീറ്റർ ജെയ്ക്കിന് ശേഷം വാഷിംഗ്ടണിലേക്കുള്ള ആദ്യത്തെ രാഷ്ട്രീയ നിയമനമാണ് പീറ്റർ മണ്ടൽസണിന്റേത്. ജനുവരി 20 നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തിന്റെ നിയമനം. US-ഉമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ പുതിയ അംബാസിഡർക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട്. ട്രംപിന്റെ പുതിയ കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ UK-യെ പ്രതികൂലമായി ബാധിക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അധികാരത്തിലേറുന്ന ആദ്യ ദിവസം തന്നെ വിപുലമായ താരിഫുകൾ ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതുമൂലം UK-ക്ക് 22 ബില്യൺ പൗണ്ട് കൂടുതൽ ചിലവാകുമെന്നുള്ള കണക്കുകൾ ചൂണ്ടിക്കാട്ടി സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. UK-യുടെ സാമ്പത്തിക സുരക്ഷാ താൽപര്യങ്ങളെ US-ൽ പ്രതിനിധീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ആളെയാണ് അംബാസഡറായി നിയമിച്ചത് എന്ന് ഗവൺമെന്റ് പ്രതിനിധി പറഞ്ഞു. പ്രധാനമന്ത്രി നടത്തിയ ഏറ്റവും വിവാദപരമായ ഈ നിയമനത്തിൽ ലേബർ പാർട്ടിയിലെ കടുത്ത ഇടതുപക്ഷകർ രോക്ഷാകുലരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.